ഹായ്, നമുക്കിന്ന് ദേ ഈ കമ്മല് ചെയ്താലോ? അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇയറിംഗ് ഹൂപ്പും അതുപോലെ തന്നെ സ്റ്റോൺ ചെയിനുമാണ്. ഇയറിംഗ് ഹൂപ്പ് ഒരു പാക്കറ്റിന് 8 രൂപയൊക്കെയാണ്. ഒരു പാക്കറ്റിൽ 6 എണ്ണമാണ് ട്ടോ ഉണ്ടാവുക. ഞങ്ങളുടെ അവിടെ അങ്ങനെയാണേ. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കേണ്ടി വരും. പിന്നെ ഞാനിതേ സ്റ്റോൺ ചെയിൻ ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗിയർ വയർ വെച്ചിട്ട് ദേ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ട്ടോ ആ ഹൂപ്പുമ്പിലേക്ക്. ഒന്നും കൂടെ സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നല്ല ടൈറ്റായിട്ടൊന്ന് ചുറ്റി വെച്ച് കൊടുത്താൽ മതി. പിന്നെ അത് ഊരി വരുമോ എന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ടല്ലോ. അപ്പം അതെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റോൺ ചെയിൻ ഈ ഹൂപ്പിലൂടെ ഫുൾ ചുറ്റി കൊടുക്കാം കേട്ടോ. നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കണേ. വല്ലാതെ ടൈറ്റ് ആക്കരുത്, പൊട്ടിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഒരു മീഡിയം ഇതിൽ ചുറ്റി കൊടുക്കുക. അങ്ങനെ ആ ഹൂപ്പിൻ്റെ ഒരു 90% നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കണം. ബാക്കിയുള്ള ഭാഗം വെറുതെ വിടണം. കാരണം നമുക്ക് ഇയേഴ്സിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേ നമ്മളിങ്ങനെ ചുറ്റും തോറും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ. ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ നീക്കി കൊടുക്കണം. അപ്പോൾ അതെ ഞാനിതേ ഇത്ര വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിർത്താമെന്നുള്ളതാണ്. കണ്ടോ, നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഷേപ്പൊക്കെ ഒന്ന് ഓക്കെ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കതവിടെ സെക്യൂർ ചെയ്ത് വെക്കാം കേട്ടോ. അത് ഞാൻ ഗമ്മ് വെച്ചിട്ട് തന്നെയാണ്, B7000 ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലൂ ആണ്. അപ്പം അതെ അതൊന്ന് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഇത്തിരി നേരം ഒന്ന് അങ്ങനെ പിടിച്ച് വെക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഒന്ന് ഡ്രൈ ആയി വരും. എന്നിട്ട് നമുക്ക് ഗിയർ വയർ വെച്ചൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്റ്റോണിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാം. കണ്ടോ ദേ ഇതുപോലെ. എന്നിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇടയ്ക്കിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ഇതാക്കി വെക്കുക, അത് കുത്താത്ത രീതിക്ക്. പിന്നെ പ്ലയർ വെച്ചിട്ട് ഞാനൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ ഇങ്ങനെയാണ് കേട്ടോ ലോക്ക് ചെയ്യുക ഈ കമ്മൽ. അപ്പോൾ ദേ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? ഇങ്ങനെയാണ് കേട്ടോ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.